ഹലോ എവരിവൺ, വെൽക്കം ടു ചാനൽ മല്ലു നസീം കപ്പിൾ. ഞാനേത് കൃഷ്ണ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് NHSൻ്റെ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റിൻ്റെ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ UK ലെസ്റ്റർ NHS ട്രസ്റ്റിൻ്റെ പീഡിയാട്രിക് ഹോസ്പിറ്റലിലേക്ക് ഡിഫറൻറ്റ് നമ്പർ ഓഫ് വാക്കൻസീസ് ആണ് വന്നിരിക്കുന്നത്. സോ ഇന്റർനാഷണലി നഴ്സസിനെ തന്നെ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. KCR എന്നുള്ള ഇന്റർനാഷണൽ ഏജൻസിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പീഡിയാട്രിക്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഉള്ളവരോ OET IELTS എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങൾ NMCയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ NMC രജിസ്ട്രേഷൻ എലിജിബിൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാക്കൻസിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് മിനിമം ഓഫ് 1 year എക്സ്പീരിയൻസ് മാത്രമാണ് പറയുന്നത്. എന്തായാലും പക്ഷേ മസ്റ്റായിട്ട് നിങ്ങൾക്ക് പീഡിയാട്രിക്കിൻ്റെ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കണം ഉണ്ടായിരിക്കണം. പീഡിയാട്രിക്കിൻ്റെ തന്നെ ഏതൊക്കെ ഏരിയയിലാണ് ഈ വാക്കൻസി വന്നിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് എലിജിബിൾ ക്രൈറ്റീരിയാസ് എന്നുള്ള കാര്യങ്ങളും പിന്നെ അതുപോലെ റീഇംബേഴ്സ്മെൻറ്റിൻ്റെ എല്ലാ ഓപ്ഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീലൊക്കേഷൻ പാക്കേജ് എന്തൊക്കെയാണ്, ഏതൊക്കെ എമൗണ്ട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ടീംസ് ത്രൂ ആണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇൻ്റർവ്യൂസിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളും ഇതെല്ലാ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. സോ മാക്സിമം ഈ ഒരു വീഡിയോ പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഉള്ളവരും ഈ പറയുന്ന എലിജിബിൾ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നതായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ, കാര്യം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതേപോലെ ഇൻ്റർവ്യൂസോ റിക്രൂട്ട്മെൻറ്റ്സോ ഒന്നും തന്നെ വരുന്നില്ല, ഇൻക്ലൂഡിങ് റീഇംബേഴ്സ്മെൻറ്റോട് കൂടിയുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ റീലൊക്കേഷനോട് കൂടിയുള്ള ഒരു പാക്കേജ്. കാര്യം ഓസ്കിയും കാര്യങ്ങളൊക്കെ തന്നെ ട്രസ്റ്റ് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫണ്ട് ചെയ്ത് നിങ്ങളുടെ OET ആവട്ടെ, IELTS ആവട്ടെ, NMCയുടെ ആവട്ടെ, CBTയുടെ ആവട്ടെ, ഇതൊക്കെ തന്നെ അവർ റീഫണ്ട് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വാക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ CVയുടെ ഫോമാറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയുന്നുണ്ട്. ടിൽ ദ എൻഡ് വരെ വീഡിയോ കാണുക. അതിന് എലിജിബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. കാര്യം അവർക്ക് മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഇപ്പോൾ ലെസ്റ്ററിൽ ഇങ്ങനെ ഒരു വാക്കൻസി വന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ലെസ്റ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലെസ്റ്റർ NHS ട്രസ്റ്റ് എന്ന് പറയുന്നത് കംപ്രൈസിങ് 3 മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ് ഈ ലെസ്റ്റർ NHS ട്രസ്റ്റിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ അവരുടെ എക്സ്പാൻഡിങ് ആൻഡ് റീകോൺഫിഗറേഷൻ്റെ ഭാഗമായിട്ടാണ് അവർ അവരുടെ പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഇത്രയും ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ടുള്ള കാര്യം നോക്കുന്നത്. ഇപ്പോൾ വാക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് ചിൽഡ്രൻസിൻ്റെ കാർഡിയാക് യൂണിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ്സ് വരുന്നുണ്ട്. പീഡിയാട്രിക്കിൻ്റെ PICU പോലത്തെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് വരുന്നുണ്ട്. NICUയിലേക്കുള്ള വാക്കൻസീസ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഓങ്കോളജിയിലേക്കുള്ള പീഡിയാട്രിക് ഓങ്കോളജിയിലും വാക്കൻസീസ് ഓപ്പൺ ആണ്. അപ്പം ഇത്രയും ഏരിയയിൽ ഞാൻ പറഞ്ഞില്ല, അവരുടെ എക്സ്പാൻഡിങ് ആൻഡ് റീകോൺഫിഗറേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഈ ഒരു വാക്കൻസീസ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയതുകൊണ്ടാണ് ഇന്റർനാഷണലി അവർ എടുക്കാൻ ഈ ഒരു ഡിസിഷൻ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏരിയാസിലെല്ലാം തന്നെ PICUലാവട്ടെ, എനിക്കറിയാം ഒരുപാട് പേര് കാണും, നാട്ടിലാവട്ടെ മിഡിൽ ഈസ്റ്റിലാവട്ടെ, നിങ്ങൾക്ക് PICUലും NICUലും അല്ലെങ്കിൽ പീഡിയാട്രിക് വാർഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രൈറ്റീരിയ, ഇനി ഞാൻ പറയാൻ പോകുന്ന ക്രൈറ്റീരിയാസ് നിങ്ങൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കൊടുക്കുക. ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോബ് സെലക്റ്റഡ് ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തായാലും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫുൾ ടൈം ജോബ് ആയിട്ടായിരിക്കും, പെർമനന്റ് ജോബ് ആയിരിക്കും കിട്ടുക. 37.5 hours ആയിരിക്കും നിങ്ങളൊരു വീക്കിലി നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ കരിയർ പ്രോഗ്രഷൻ ആണെങ്കിലും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ആ സൈഡിൽ നിന്ന് കിട്ടും. അതുപോലെ മെയിനായിട്ട് നിങ്ങൾ ഇന്റർനാഷണലി ട്രെയിൻഡ് ആയിട്ട് നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 2 മാസത്തെ ഫ്രീ അക്കോമഡേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് പറയുന്നുണ്ട്. അത് വലിയൊരു ബെനിഫിറ്റാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. 2 months ഫ്രീ അക്കോമഡേഷൻ ട്രസ്റ്റ് തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, പിന്നെ ബാൻഡ് 5ൻ്റെ സാലറിയാണ് റേഞ്ചിങ് ഫ്രം £29,970 to £36,483 per year ആണ് വരുന്നത്. അത് നിങ്ങൾക്ക് വൺസ് NMC പിൻ നമ്പർ കിട്ടിയതിന് ശേഷമായിരിക്കും. കാര്യം നിങ്ങളൊരു പ്രീ രജിസ്റ്റേർഡ് നഴ്സായിട്ടായിരിക്കും ആദ്യം പോവുക. കാര്യം നിങ്ങൾക്ക് പീഡിയാട്രിക്കിൻ്റെ ഓസ്കി നിങ്ങൾ ക്ലിയർ ചെയ്യണം അവിടെ പോയതിന് ശേഷം. അപ്പം ട്രസ്റ്റ് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഓസ്കിയുടെ ട്രെയിനിങ് കാര്യങ്ങളെല്ലാം തരും. അപ്പോൾ നിങ്ങളൊരു ബാൻഡ് 3 ബാൻഡ് 4 ആയിട്ടായിരിക്കും, ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രസ്റ്റിൻ്റെ പോളിസി പോലെ ഇരിക്കും. അതിനുശേഷം വൺസ് നിങ്ങൾക്ക് പിൻ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ആനുവൽ സാലറിയിലോട്ടായിരിക്കും പോകുക. അതായത് ഏകദേശം 30 ലക്ഷത്തോളം വരും നിങ്ങളുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്. അത് നിങ്ങളൊരു ബാൻഡ് 5ൻ്റെ ടോപ്പ് ജോബിലോ ടോപ്പ് പൊസിഷനിലോട്ട് പോകുമ്പോൾ ടോപ്പ് ബാൻഡിലാകുമ്പോൾ 36 lakhs അത് മാറുകയും ചെയ്യുന്നത്. ഇത് പെർ annum. ഓക്കെ, പിന്നെ പെയ്ഡ് ആനുവൽ ലീവ് എന്ന് പറയുന്നത് 27 days ആണ് പെർ annum ആയിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് 8 പബ്ലിക് ഹോളിഡേയ്സും വരുന്നുണ്ട്. അത് പിന്നെ നിങ്ങൾ NHSൻ്റെ സർവീസസ് നിങ്ങൾക്ക് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ ആനുവൽ ലീവിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും എന്തായാലും. ഓക്കെ, പിന്നെ അതുപോലെ വിസയ്ക്ക് നിങ്ങൾക്ക് വരുന്ന അറൗണ്ട് ഒരു £600 വരെയുള്ള കംപ്ലീറ്റ് വിസ അവർ തന്നെ റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അത് വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സാമിൻ്റെ ഫീസ് അപ് ടു £200 വരെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാം. അത് മേ ബി IELTSൻ്റെ കാര്യമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇനി OET എക്സാമാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അപ് ടു £350 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവർ റീഇംബേഴ്സ്മെൻറ്റ് ചെയ്ത് തരും. എന്തായാലും ഇത് ഒരു എക്സാമിൻ്റെയാണ് അവർ റീഫണ്ട് ചെയ്യുക. OET എക്സാം അല്ല, നിങ്ങളിപ്പോൾ റിപ്പീറ്ററാണ് 2 or 3 തവണ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കിട്ടില്ല. ഒരൊറ്റ OET എക്സാം നിങ്ങൾ പാസ്സായിട്ടുള്ള എക്സാം ആണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാമിൻ്റെ ഫീസായിട്ട് നിങ്ങൾക്ക് £350 നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് അതും കിട്ടും എന്തായാലും. പിന്നെ വരുന്നത് നിങ്ങളുടെ CBT ഫീസായിട്ടുള്ള £83 അതും ഫുള്ളായിട്ട് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്ലൈറ്റ് ചാർജസിന് വേണ്ടിയിട്ട് £720 ഏകദേശം 72,000 രൂപ അടുപ്പിച്ച് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ചാർജസിന്
വേണ്ടിയിട്ട് അവർ റീഇംബേഴ്സ്മെൻറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആദ്യത്തെ 2 അറ്റംപ്റ്റ് ഓസ്കിക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ അതും ട്രസ്റ്റ് തന്നെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുക. മോസ്റ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ട്രസ്റ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇനി ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റേഷൻ അൺഫോർച്ചുനേറ്റ്ലി പോയി നിൽക്കട്ടെ, അങ്ങനെയാണ് നിങ്ങൾക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ ആ ഒരു സ്റ്റേഷൻ മാത്രം നിങ്ങൾക്ക് ചെയ്താൽ മതിയായിരിക്കും. അതിനുള്ള ഫണ്ടും കാര്യങ്ങളെല്ലാം തന്നെ ട്രസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓസ്കി 3 അറ്റംപ്റ്റ് ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾ 3ാമത്തെ അറ്റംപ്റ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഉണ്ടായിരിക്കുള്ളൂ, അത് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ തന്നെ ഫണ്ട് ചെയ്യേണ്ടി വരും എന്തായാലും. പക്ഷേ നല്ലൊരു ഓഫറും നല്ലൊരു ഓപ്ഷനാണ് ട്രസ്റ്റിന് സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. പിന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഓസ്കിയുടെ ഫുൾ ട്രെയിനിങ്ങും ട്രസ്റ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനൊന്നും നിങ്ങൾ പൈസ ചിലവാക്കേണ്ട ആവശ്യമേ ഇല്ല എന്തായാലും. അപ്പോൾ ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. എങ്ങനെയാണ് നമുക്ക് പഴയത് ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഉണ്ടായിരുന്നത്, ആ സെയിം കാര്യം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. ഇപ്പോൾ അതുപോലെ KCRന്റെ ഏജൻസിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ത്രൂ ഔട്ട് ദ എൻ്റയർ പ്രോസസ്സിൽ നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യും എന്തായാലും. അഡീഷണൽ പേ ഷിഫ്റ്റ് കാര്യങ്ങൾ നിങ്ങൾ ഡ്യൂട്ടി എടുക്കാൻ നിങ്ങൾക്ക് കിട്ടും. NMC രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും സംഭവം അല്ലെങ്കിൽ റീലൊക്കേഷൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് എല്ലാം തന്നെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് അറ്റ് ദ എയർപോർട്ട്. നിങ്ങൾ വൺസ് നിങ്ങളൊരു കൊഹോട്ടായിരിക്കും, കാര്യം അവർക്ക് ഇത്ര നമ്പർ ഓഫ് നഴ്സസിന് അവർക്ക് ആവശ്യമുണ്ടായിരിക്കും. അപ്പോൾ അവരെല്ലാം നിങ്ങളുടെ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു കൊഹോട്ടിലായിരിക്കും. നിങ്ങളുടെ ഡിപ്ലോയ്മെൻറ്റും കാര്യങ്ങളും നിങ്ങൾ വൺസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് അവർ തന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കോമഡേഷനിൽ കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുള്ള ഒരു ഹോൾ പാക്കേജാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. നിങ്ങൾ ഇതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കൊടുക്കുക എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ NMCയിൽ രജിസ്റ്റർ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കണം. അതായത് നിങ്ങൾ BSc നഴ്സിംഗോ പോസ്റ്റ് BSc നഴ്സിംഗോ GNM നഴ്സിംഗോ ഏതാണെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഒരുപാട് പേരാണ് ചോദിച്ചിട്ടുണ്ട് ANMന് ആപ്ലിക്കബിൾ ആണോ. ANMന് കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഏത് BScയോ GNMോ പോസ്റ്റ് BScയോ MScയോ ഏതോ ആയിക്കോട്ടെ നിങ്ങൾ എലിജിബിൾ ആണ്, യാതൊരു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെല്ലാം തന്നെ നിങ്ങൾക്ക് മിനിമം ഓഫ് 1 ഇയർ പീഡിയാട്രിക് എക്സ്പീരിയൻസ് വേണമെന്ന് മസ്റ്റായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർഡിയാക് യൂണിറ്റും NICയും PICയും വാർഡ്സും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് പീഡിയാട്രിക്കിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഏത് റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഉള്ളത്, അത് ഇപ്പോൾ 1 ഇയർ ആയിട്ടുള്ള മിനിമം എക്സ്പീരിയൻസ് ഇപ്പോഴും നിങ്ങൾ സ്റ്റിൽ കണ്ടിന്യൂ ഒക്കെയാണ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷോർട്ട് ലിസ്റ്റഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്തായാലും. ഓക്കെ, പിന്നെ IELTSൻ്റെ OETയുടെ സ്കോർസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാൻ പോലെ IELTSനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീക്കിംഗ് ലിസണിംഗ് റീഡിങ്ങിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 7 സ്കോർ ഉണ്ടായിരിക്കണം. ആൻഡ് റൈറ്റിങ്ങിന് 6.5 ആണെങ്കിൽ കുഴപ്പമില്ല. അതേപോലെ OETയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ സ്പീക്കിങ്ങിനും റീഡിങ്ങിനും ലിസണിങ്ങിനും നിങ്ങൾക്ക് B ഗ്രേഡ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ആൻഡ് റൈറ്റിങ്ങിന് C+ ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. അത് ക്ലബിങ്ങിൻ്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം തന്നെ എലിജിബിൾ ആണ്. അതെല്ലാം തന്നെ അവർ കൺസിഡർ ചെയ്യുകയും ചെയ്യും. ക്ലബിങ്ങിൻ്റെ കാര്യങ്ങളിലോ സംഭവമോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് പ്രീവിയസ് വീഡിയോസ് ക്ലബിങ്ങിൻ്റെ കാര്യത്തിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം. ക്ലബിംഗ് ക്രൈറ്റീരിയ നിങ്ങൾ മീറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. IELTS ആണെങ്കിലും OET ആണെങ്കിലും യാതൊരു കുഴപ്പമില്ല. ഓക്കെ, പിന്നെ ഇൻ്റർവ്യൂസ് നടക്കാൻ പോകുന്നത് വിർച്വൽ ഇൻ്റർവ്യൂസ് ആയിരിക്കും. മൈക്രോസോഫ്റ്റ് ടീംസ് ത്രൂ ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുക. എനിക്ക് ആകെയുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ ഡേ ഓഫ് ദ ഇൻ്റർവ്യൂവിന് മൈക്രോസോഫ്റ്റ് ടീംസിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം അവരുടെ ഇൻ്റർവ്യൂസ് പോസ്റ്റ്പോൺ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുകയോ പോയിട്ടുണ്ട്. സോ നിങ്ങൾ ഇപ്പോഴേ ചെയ്യേണ്ട കാര്യം ക്ലിയർ ആയിട്ട് നിങ്ങൾക്കറിയാം മൈക്രോസോഫ്റ്റ് ടീംസിലാണ് ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം. മൈക്രോസോഫ്റ്റ് ടീംസ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ജസ്റ്റ് ചുമ്മാ മോക്കായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ആരെങ്കിലുമൊക്കെ വിളിച്ച് അതുമായിട്ടൊരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് നിങ്ങളുടെ ടെക്നിക്കൽ സൈഡെല്ലാം ഓക്കെ ആണോ, പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടോ, എല്ലാ സൗണ്ട് ചെക്കും വീഡിയോ ചെക്കും ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നിങ്ങൾ ഉറപ്പ് വരുത്തി വെക്കുക ഓരോ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തന്നെ ഫുള്ളി പ്രിപ്പയർഡ് ആവുക. നമ്മുടെ NHSൻ്റെ നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കൊടുക്കുന്ന സമയത്തും മോക്ക് ഇൻ്റർവ്യൂസ് നടത്തുന്ന സമയത്ത് ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. കാര്യം അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് മോക്ക് ഇൻ്റർവ്യൂ നടത്തും. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള മോക്ക് ഇൻ്റർവ്യൂസ് നടത്തും. അപ്പോൾ അതെല്ലാം ഏത് ടീംസിൽ ത്രൂ അല്ലെങ്കിൽ സൂമിൽ ത്രൂ ആയിരിക്കും നടത്തുക. അപ്പോൾ ഏതാണെങ്കിലും പ്രോപ്പർ അവർ ചെക്സും കാര്യങ്ങളല്ല, അവർ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ, ഞങ്ങൾ പറയുന്ന കാര്യം അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ, ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾ ഉറപ്പ് വരുത്താൻ പറ്റും. സോ അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. കാര്യം അന്നത്തെ ഡേയിൽ അതൊരു പ്രോബ്ലമായിട്ട് മാറരുത്. കാര്യം ഈ ഒരു ഇൻ്റർവ്യൂ സ്കെഡ്യൂളായി കിട്ടുക അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റായി കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ് എന്തായാലും. ഓക്കെ, ഈ പറഞ്ഞ എലിജിബിൾ ക്രൈറ്റീരിയ എല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ താഴെ കാണുന്ന ഇമെയിൽ IDയിലോട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് CVയും നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTSൻ്റെ സ്കോർ ഷീറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക. പീഡിയാട്രിക് ആണെന്നുള്ള കാര്യം കൂടി മറക്കരുത്. അതുപോലെ KCRൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുമ്പോൾ ഇപ്പോൾ ഈ സൈഡിൽ സ്ക്രീനിൽ കാണുന്ന പോലെ അപ്ലൈ ഫോർ ദിസ് ജോബ് എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ അപ്ലൈ ഫോർ ദി ജോബ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം, നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ, ഇമെയിൽ കാര്യങ്ങൾ, നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നിങ്ങളൊരു കവറിംഗ് ലെറ്ററും കൂടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക എന്താണെന്നുള്ള കാര്യം. അപ്പോൾ കവറിംഗ് ലെറ്ററിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നുണ്ട്. ഇൻ യുവർ കവർ ലെറ്റർ പ്ലീസ് ഇൻക്ലൂഡ് വാട്ട് പൊസിഷൻ ഓർ ഹോസ്പിറ്റൽ യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഓർ ആർ യു അപ്ലൈയിങ് ഫോർ. Have you begun an MBI or NMC application process? If you have begun your NMBI or NMC application, where you are in the process. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്റ്റാറ്റസ് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുക. ബിക്കോസ് അവർ നിങ്ങൾ NMCയുടെ ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ഒന്നും കംപ്ലീറ്റ് ആക്കണമെന്ന് പറയുന്നില്ല, CBT കംപ്ലീറ്റ് ആക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം മോർ ദാൻ 15,000 അടുപ്പിച്ച ആൾക്കാർ ഇപ്പോഴും ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്, റിക്രൂട്ട്മെൻറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഓക്കെ, ബിക്കോസ് ഈ ഒരു കഴിഞ്ഞ ദിവസം ഇത് പോസ്റ്റ് ചെയ്തതോടുകൂടി തന്നെ ഒരുപാട് എൻക്വയറീസാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് CBTയുടെ പീഡിയാട്രിക്കിൻ്റെ CBT എടുക്കാൻ വേണ്ടിയിട്ടും പീഡിയാട്രിക്കിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും. അപ്പോൾ ഇതൊന്നും തന്നെ നിങ്ങൾ
പെട്ടെന്ന് എടുക്കാനായിട്ട് നോക്കിയാൽ നമുക്ക് നാട്ടിലാകെ മൂന്ന് സെൻറ്റേഴ്സ് മാത്രമേ CBTക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പല കുട്ടികളും ബാംഗ്ലൂരും തമിഴ്നാടും അവിടെ ഇവിടെ എല്ലാം പോയി CBTക്ക് വേണ്ടിയിട്ട് എക്സാം ഡേറ്റ് എടുക്കുകയാണ്. കാര്യം ഇതിനകത്ത് ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നമുക്ക് ചാൻസസ് എന്ന് പറയും നമ്മൾ CBTയും കാര്യങ്ങളെല്ലാം ക്ലിയർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ NMC രജിസ്ട്രേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ എക്സ്പീരിയൻസ് വലിയൊരു ഫാക്ടർ ആയിരിക്കും. നിങ്ങൾക്ക് എത്ര നമ്പർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള, എത്ര ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം ഒരു ഫാക്ടർ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിന് എത്ര നമ്പർ ഓഫ് വാക്കൻസീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കും എന്തായാലും. ഓക്കെ, പക്ഷേ നിങ്ങൾ പീഡിയാട്രിക് CBT കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ റെക്കോർഡ് വീഡിയോ സെഷൻസ് അവൈലബിൾ ആണ്, നമ്മുടെ 1-to-1 ക്ലാസ്സസ് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് ഈസി ആയിട്ട്, നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് സെഷൻസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതിയായിരിക്കും. 24/7 ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ആ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം. എക്സാം വരെ നിങ്ങൾക്ക് ആ വീഡിയോസ് വാലിഡ് ആയിരിക്കും. നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആണ് ആ വീഡിയോസ് ആക്സസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1-to-1 ക്ലാസ്സസ് ഒരു ഇൻഡിവിജ്വൽ ടീച്ചറിനെ അലോക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം, എക്സാം ക്രാക്ക് ചെയ്യാം. ഓക്കെ, ഇനി NMC രജിസ്ട്രേഷൻ നിങ്ങൾ ഇതുവരെയും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. NMC രജിസ്ട്രേഷൻ്റെ കംപ്ലീറ്റ് അസിസ്റ്റൻസും നമ്മുടെ ടീം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് തരും. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ കോൺടാക്റ്റസ് പേജിൽ ഏത് സപ്പോർട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. നിങ്ങളുടെ എൻക്വയറി നിങ്ങൾ ഫിൽ ഇൻ ചെയ്യുക, സെൻഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, പ്രോപ്പറായിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ CBT ആണെന്നുണ്ടെങ്കിൽ CBTയുടെ ക്ലാസ്സസ് റെക്കോർഡഡ് ആണോ, 1-to-1 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് NMC രജിസ്ട്രേഷന് സപ്പോർട്ട് ആണെങ്കിൽ അതിനകത്ത് NMC രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ നിങ്ങളുടെ പ്രോപ്പർ റിക്വയർമെൻറ്റ് എന്താണെന്ന് കറക്റ്റായിട്ടൊന്ന് എഴുതി. നിങ്ങൾക്ക് NMC രജിസ്ട്രേഷന് സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു കവറിംഗ് ലെറ്ററിൻ്റെ സപ്പോർട്ട് വേണം, അതുപോലെ പീഡിയാട്രിക് CBTയുടെ ക്ലാസ്സസ് വേണം എങ്കിൽ ആ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അവിടെ സെൻഡ് കൊടുക്കുക. വൺസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ 1 of our ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിരിക്കും എന്തായാലും. ഓക്കെ, ഈ കവർ ലെറ്ററിനകത്ത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അത് DocX ഫോമാറ്റിലാണെങ്കിലും PDF-ലാണെന്നുണ്ടെങ്കിലും GIF-ലാണെങ്കിലും PNG-ലാണെങ്കിലും JPG-ലാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരു പ്രോപ്പർ PDF ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. UKയുടെ അപ്ഡേറ്റഡ് CV ഫോമാറ്റ്സോ കാര്യങ്ങളൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പിൾസ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്ന പോലെ ഇതുപോലത്തെ അപ്ഡേറ്റഡ് CV ഫോമാറ്റ്സ് നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനുള്ള എല്ലാ കാൻഡിഡേറ്റ്സും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ആ സാമ്പിൾ ഞങ്ങൾ അയച്ചു തരും. ആ ഒരു മോഡൽ അനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ഹാവ് യു കംപ്ലീറ്റഡ് ഇംഗ്ലീഷ് IELTS ഓർ OET എക്സാം ചോദിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് യെസ് കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് അപ്ലൈങ് ഫോർ ദ UK ഓർ അയർലൻഡ് ചോദിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾക്ക് UK കൊടുക്കാം. ബിക്കോസ് ഈ KCR UKയിലേക്കും അയർലൻഡിലേക്കും റിക്രൂട്ട്മെൻറ്റും അല്ലെങ്കിൽ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്, നമ്മുടെ അല്ല. സോ അവിടെ നമ്മൾ നോ കൊടുക്കുക എന്തായാലും. പിന്നെ ഐ ഹാവ് റെഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ KCR പോളിസീസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഈ കൊടുക്കുന്ന കാര്യം നിങ്ങൾക്ക് കൊടുക്കാം. ഇതിനോടൊപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലെങ്കിൽ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇമെയിൽ ID-യിലോട്ട് നിങ്ങളുടെ CVയും നിങ്ങളുടെ OET ആൻഡ് IELTSന്റെ സ്കോർ ഷീറ്റ് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇത് ചെയ്യുന്നതിനോടൊപ്പം അതും മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്ഡേറ്റഡ് CVയുടെ കാര്യങ്ങളാവട്ടെ, നിങ്ങളുടെ NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ആവട്ടെ, ഈ ഒരു ആപ്ലിക്കേഷൻ അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാവട്ടെ, അല്ലെങ്കിൽ CBT പീഡിയാട്രിക്കിൻ്റെ പ്രിപ്പറേഷൻ ആവട്ടെ, അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയുടെ താഴെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ, നമ്മുടെ CBT ആൻഡ് ഇൻ്റർവ്യൂ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, സപ്പോർട്ട് ഗ്രൂപ്പ്സ്, അതെല്ലാം ഫ്രീ ഡിസ്കഷൻ ഗ്രൂപ്പുകളാണ്. അതിലെല്ലാം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരുന്നത് അറിയാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ആ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ വാട്സപ്പ് ചാനലും ഇൻസ്റ്റാഗ്രാമിലും ഞാൻ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതുപോലത്തെ ജോബ് വാക്കൻസീസ്, ഓപ്പണിങ്സും കാര്യങ്ങളെല്ലാം വരുമ്പോൾ തന്നെ. അതുപോലെ യൂട്യൂബിലും വീഡിയോസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. റീസെൻ്റായിട്ട് ഒരുപാട് കുട്ടികൾ നിങ്ങളോട് ചോദിച്ചു, നമ്മുടെ MNC അക്കാഡമിയിൽ നിന്ന് ഒരുപാട് കുട്ടികൾക്ക് NHSൻ്റെ ഇൻ്റർവ്യൂ കിട്ടി പോകുന്നുണ്ടല്ലോ, അത് എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലത്തെ ലിമിറ്റ് നിങ്ങൾക്കറിയാം, റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീസ് ആയിട്ടില്ലെങ്കിൽ പോലും അങ്ങിങ്ങായിട്ട് വാക്കൻസീസ് കാര്യങ്ങളെല്ലാം തന്നെ വരാറുണ്ട്. അപ്പോൾ അത് വരുന്ന സമയത്ത് നമ്മൾ അഡിക്വേറ്റ് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ തന്നെ ആ വീഡിയോസും അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്യും. അത് ഫോളോ ചെയ്യുന്ന കുട്ടികൾ അപ്പോൾ തന്നെ അവർ എലിജിബിൾ ആയിട്ടുള്ളവരാണെങ്കിൽ ആ സമയം തന്നെ അവരുടെ CV കാര്യങ്ങളെല്ലാം അവർ അപ്ഡേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യും. അവർ ഷോർട്ട് ലിസ്റ്റഡ് ആവുകയും ചെയ്യും. അവർക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അവർ സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അങ്ങനെ ലിമിറ്റഡ് നമ്പർ ഓഫ് വാക്കൻസീസിലേക്ക് ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് കുട്ടികളെ ഞങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും അവർക്ക് ജോബ് കിട്ടുകയുണ്ടായി. അവരൊക്കെ ഫീഡ്ബാക്ക് നമ്മുടെ യൂട്യൂബിൽ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെയും നമ്മുടെ മല്ലു നഴ്സിംഗ് കപ്പിൾ യൂട്യൂബ് ചാനലോ വാട്സപ്പ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. നിങ്ങളുടെ മാക്സിമം ഉള്ള ഫ്രണ്ട്സിനൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം ഇതേപോലത്തെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻസ്
പെക്യുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്പെസിഫിക് ഏരിയാസിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഉള്ള 1 ഇയറിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള BSc GNM ആയിട്ടുള്ള IELTS OET കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലുണ്ടെങ്കിൽ മാക്സിമം ഇപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം എന്തായാലും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുപോലെ പീഡിയാട്രിക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എങ്ങനെ നിങ്ങൾ NHS ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം റെഡിയാക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളെല്ലാം എങ്ങനെ റെഡിയാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് വരുന്ന വീഡിയോസിനകത്ത് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോസ് ഒന്നും തന്നെ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അതിനകത്ത് മാക്സിമം ടിപ്സും കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ യദുകൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.